എജുലേറ്റിൻ്റെ 10ാം ക്ലാസ് സീരീസിലെ ഭൂപടവായന എന്ന അധ്യായത്തിലെ പാർട്ട് 2, അതായത് QG സോഫ്റ്റ്വെയർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിയറി ക്വസ്റ്റ്യൻസ് ആണ് നാം ഇതുവരെ ചർച്ച ചെയ്തിരുന്നത്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന വീഡിയോസ് ഉടൻ ലഭ്യമാക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. QG സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് മുൻകാല SSC IT എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഓൺലൈൻ ഭൂപട സംവിധാനം ഏത്? ഗൂഗിൾ മാപ്സ്, ജിയോജിബ്ര, സൺക്ലോക്ക്, വിക്കിപീഡിയ. ഉത്തരം ഗൂഗിൾ മാപ്സ്. അടുത്ത ചോദ്യം: ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ തുറന്ന ഭൂപടത്തിൽ പുതിയ പാളി നിർമ്മിക്കുന്നതിനുള്ള മാർഗം ഏത്? ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ലെയർ, ലെയർ, ആഡ് റാസ്റ്റർ ലെയർ, ലെയർ, ആഡ് വെക്റ്റർ ലെയർ, ലെയർ, ആഡ് പോസ്റ്റ് GIS ലെയർ. ഇതിൽ ലെയർ ആണ് മെനു എന്ന് ഉറപ്പാണ്. ലെയറിലുള്ള ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ലെയർ എന്നതാണ് ശരിയായ ഉത്തരം. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, QGIS ഡെസ്ക്ടോപ്പ് എന്ന ക്രമത്തിൽ തുറക്കുക. തുറന്നു വരുന്ന ജാലത്തിൽ OK ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ QGIS ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഷട്ട് ഡൗൺ ചെയ്തതാണെങ്കിൽ റീസെന്റ് പ്രോജക്റ്റ് എന്ന ഭാഗത്ത് തൊട്ടു മുൻപ് ചെയ്ത പ്രവർത്തനങ്ങൾ കാണാം. ഇവിടെ നമ്മൾ പ്രോജക്റ്റിൽ നിന്നും ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്രോജക്റ്റ്, ഓപ്പൺ, ഇതിൽ സേവ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് QGIS പ്രോജക്റ്റ് എന്ന ഫോൾഡറിലുണ്ട്. QGIS പ്രോജക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിലുള്ള പഞ്ചായത്ത് പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിലുള്ള പഞ്ചായത്ത് .QGS, ഇവിടെ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക, .QGS ആണ് എക്സ്റ്റൻഷൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇനി എന്താണ് നമ്മുടെ ചോദ്യം എന്നുള്ളത് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ചോദ്യം ഇതായിരുന്നു: ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ തുറന്ന ഭൂപടത്തിൽ പുതിയ പാളി നിർമ്മിക്കുന്നതിനുള്ള മാർഗം ഏത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ഭൂപടം നമ്മൾ തുറന്നു, ഇവിടെ പുതിയ പാളി നിർമ്മിക്കുന്നതിനുള്ള മാർഗം എന്ത് എന്നുള്ളതാണ്. അതായത് പുതിയ സ്ഥാനീയ വിവരങ്ങൾ ചേർക്കുന്നതിന് പുതിയ പാളികൾ നിർമ്മിക്കണം. ഉദാഹരണമായി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ കിണറുകൾ നിർമ്മിക്കുന്നതിന് പുതിയ പാളി നിർമ്മിക്കണമെന്ന് വിചാരിക്കുക. ഇത്തരം പ്രാക്ടിക്കൽസ് നമ്മൾ പുതിയ വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തിയറി ഭാഗം മാത്രം നോക്കുന്നു. ഇവിടെ നിന്നും ലെയർ എന്ന മെനുവിൽ നിന്നും, കോമൺ ആയി ലെയർ എന്ന മെനുവിൽ നിന്നും ക്രിയേറ്റ് ലെയർ എന്നതിൽ നിന്നും വ്യൂ ഷേപ്പ് ലെയർ എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് പുതിയ ലെയറുകൾ ഉൾപ്പെടുത്താം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെയർ ടൈപ്പ്, പോയിന്റ്, ലൈൻ, പോളിഗൺ, ഇതും വൺ വേർഡ് ചോദ്യമായി ചോദിക്കാറുണ്ട്. അത് നമുക്ക് ഇതിന്റെ അവസാനം നമ്മൾ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം: QGIS സോഫ്റ്റ്വെയറിലെ ടോഗിൾ എഡിറ്റിംഗ് ടൂൾ താഴെ കൊടുത്തവയിൽ ഏതാണ്? ഈ ചിത്രത്തിൽ നിന്നും ടോഗിൾ എഡിറ്റിംഗ് ടൂൾ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം ഉത്തരം നമ്മൾ കാണുന്നതിന് മുമ്പ് നമുക്ക് പ്രധാനമായും വരുന്ന ചില ടൂളുകൾ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഈ അധ്യായത്തിൽ പ്രധാനമായും ചോദിക്കുന്ന ചില ടൂളുകളാണ് ആഡ് ഫീച്ചർ ടൂൾ. ചിത്രം മനസ്സിൽ ഓർത്തു വയ്ക്കുക. ഇത് ആഡ് ഫീച്ചർ ടൂൾ. ഐഡന്റിഫൈ ഫീച്ചേഴ്സ്, I എന്ന ചിഹ്നം ഇവിടെ കാണാം. ഐഡന്റിഫൈ ഫീച്ചേഴ്സ്. ടോഗിൾ എഡിറ്റിംഗ്,
പെൻസിലിൻ്റെ ചിഹ്നം വരുന്ന എഡിറ്റിംഗ്, ടോഗിൾ എഡിറ്റിംഗ്, സെലക്ട് ഫീച്ചേഴ്സ്, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ, മെഷർ ലൈൻ അളക്കുന്നതിനുള്ള ലെങ്ത് ഒക്കെ അളക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പ്രധാനപ്പെട്ട ചില ടൂളുകളാണ്. ഇനി നമുക്ക് നേരത്തെ കണ്ട ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. QGIS സോഫ്റ്റ്വെയറിലെ ടോഗിൾ എഡിറ്റിംഗ് ടൂൾ താഴെ കൊടുത്തവയിൽ ഏതാണ്? അറിയാലോ, ഇതാണ് എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ടോഗിൾ എഡിറ്റിംഗ് ടൂൾ പറഞ്ഞത് മൂന്നാമത്തെ ആണ് ടോഗിൾ എഡിറ്റിംഗ്. ഈ ടൂളുകൾ നമുക്ക് സോഫ്റ്റ്വെയറിൽ എവിടെയാണെന്ന് നോക്കാം. ഇതിനായി സോഫ്റ്റ്വെയർ തുറക്കുക. ടൂൾ ബാറിൽ നോക്കിയാൽ മൗസ് പോയിന്റർ ഇതാണ്. മൗസ് പോയിന്റർ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ ആ ടൂളിൻ്റെ പേര് നമുക്ക് കാണാം, ആഡ് ഫീച്ചർ ടൂൾ. ഇതാണ് ആഡ് ഫീച്ചർ ടൂൾ. ഇനി മറ്റൊന്ന്, ഇടത് ഭാഗത്ത് പെൻസിലിൻ്റെ ചിഹ്നം പോലെ കാണുന്ന ഈ ടൂള്, അത് ടോഗിൾ എഡിറ്റിംഗ്. മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് ഐ എന്ന് കാണിക്കുന്നു. മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക. ഐഡന്റിഫൈ ഫീച്ചേഴ്സ് ടൂൾ. മറ്റൊന്ന് സെലക്ട് ഫീച്ചേഴ്സ് ബൈ ഏരിയ ഓർ സിംഗിൾ ക്ലിക്ക്. സെലക്ട് ഫീച്ചേഴ്സ്. മറ്റൊന്നാണ്, മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക, ഇവിടെ മെഷർ ലൈൻ. ഇങ്ങനെ മറ്റുള്ള ടൂളുകൾ കൂടി ഒന്ന് പരിചയപ്പെടുക. ചുവടെ കൊടുത്തവയിൽ QGIS ഭൂപടത്തിലെ ഒരു സ്ഥാനീയ വിവരമാകാൻ സാധ്യതയില്ലാത്തത് ഏത് എന്നാണ്. ലെയറുകളിൽ അടയാളപ്പെടുത്തുന്ന സ്ഥാനീയ വിവരങ്ങൾ വീട്, റോഡ്, നദി, നീളം. ഒരു വസ്തുവിനെ പറ്റിയുള്ള വിവരം, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. സാധ്യത അല്ലാത്തത് ചോദ്യം. ഉത്തരം നീളം. വീടും റോഡും നദിയും സ്ഥാനീയ വിവരങ്ങളാണ്, അല്ലാത്തത് നീളം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു ഭൂവിവര വ്യവസ്ഥാ സോഫ്റ്റ്വെയർ? ജിംബ്, ജിയോജിബ്ര, പൈത്തൺ, ക്വാണ്ടം GIS. ജിംബ് ഗ്രാഫിക്കൽ സോഫ്റ്റ്വെയർ ആണ്. ജിയോജിബ്ര മാത്സുമായി ബന്ധപ്പെട്ടതാണ്. പൈത്തൺ പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ക്വാണ്ടം GIS, QGIS. ഉത്തരം ക്വാണ്ടം GIS. QGIS സോഫ്റ്റ്വെയറിലെ ആഡ് ഫീച്ചർ ടൂൾ ചുവടെ കൊടുത്തവയിൽ ഏതാണ്? നമുക്ക് ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. ആഡ് ഫീച്ചർ ടൂൾ ഏതാണ്? ആഡ് ഫീച്ചർ ടൂൾ ഒന്നാമത്തെ. ഉത്തരം 1. ആഡ് ഫീച്ചർ ടൂൾ. ആ ചിഹ്നം ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, QGIS ഭൂപടത്തിലെ ഒരു ലെയറിലെ രേഖപ്പെടുത്തലുകളുടെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വഴി ഏത്? QGIS ഭൂപടത്തിലെ ലെയറുകളിലാണ് സ്ഥാനീയ വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നത്. അത്തരമൊരു സ്ഥാനീയ വിവരത്തിന്റെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വഴി എന്തൊക്കെ വിവരങ്ങളാണ്, എന്തൊക്കെ സ്ഥാനീയ വിവരത്തിൽ എന്തെല്ലാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയുന്നതിനുള്ള മാർഗം എന്ത് എന്നാണ്. അതിന് ചെയ്യേണ്ട വിധം ഓപ്ഷൻസ്: ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ തുറക്കുക, ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടോഗിൾ എഡിറ്റിംഗ് ടൂൾ തുറക്കുക, ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫിൽറ്റർ തുറക്കുക, ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് തുറക്കുക. ഇവിടെ ഉത്തരം ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ തുറക്കുക. ഇതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം.
അതിനായി സോഫ്റ്റ്വെയർ തുറന്ന് സോഫ്റ്റ്വെയറിലെ ഏതെങ്കിലും ഒരു ലെയറുകൾ ഈ ഭാഗത്താണ് നിൽക്കുന്നത്. ഹൗസ് എന്ന് പറയുന്ന ലെയറിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുമ്പ് ചോദ്യം ഒരിക്കൽ കൂടി നോക്കുന്നു. QGIS ഭൂപടത്തിലെ ഒരു ലെയറിലെ രേഖപ്പെടുത്തലുകളുടെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വഴി ഏത് എന്നാണ്. ഇതാണ് ലെയർ. ഉദാഹരണത്തിന് ഹൗസ് എന്ന ലെയർ ഇതാണ്. ഈ ലെയറിൽ കുറേ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുന്നതിനുള്ള മാർഗമാണ് ആ ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ID 6, നെയിം രവി, ഹൗസ് നമ്പർ, റൂഫ്, തിരുവനന്തപുരം എന്ന് പറയുന്ന അഡ്രസ് അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഇത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ലെയറിലും നമുക്ക് ഇത്തരം വിവരങ്ങൾ, സ്ഥാനീയ വിവരങ്ങൾ ചേർക്കാൻ കഴിയും. ഉത്തരം, ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ തുറക്കുക. ചോദ്യം, ജനവാസ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു റോഡ് 10 മീറ്റർ വീതിയിൽ വികസിപ്പിക്കുകയാണെങ്കിൽ ഏതെല്ലാം കെട്ടിടങ്ങളെ ബാധിക്കുമെന്ന് കണ്ടെത്താൻ ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ ഏത് സങ്കേതമാണ് പ്രയോജനപ്പെടുത്താവുന്നത്? ഉത്തരം, ടോഗിൾ എഡിറ്റിംഗ്, ബഫർ, ന്യൂ പ്രിന്റ് കമ്പോസർ, കോണ്ടൂർ. ഉത്തരം, ബഫർ. ബഫറിംഗ് ഉപയോഗിച്ചാണ് നമ്മളിത് കണ്ടെത്തുന്നത്. ഉത്തരം, ബഫർ. അടുത്ത ചോദ്യം, ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ വീടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അടയാളപ്പെടുത്താനുള്ള ലെയർ നിർമ്മിക്കുമ്പോൾ ഏത് തരം ലെയർ ടൈപ്പാണ് തിരഞ്ഞെടുക്കേണ്ടത്? വീടുകളെ കുറിച്ച് ഉള്ള വിവരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏത് ലെയർ നിർമ്മിക്കുമ്പോൾ ഏത് തരം ലെയർ ടൈപ്പാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഓപ്ഷൻ ലൈൻ, പോളിഗൺ, പോയിന്റ്, സർക്കിൾ. ഉത്തരം, പോയിന്റ്. ഇവിടെ താഴെ പറയുന്ന 3 സെന്റൻസുകൾ കൂടി ശ്രദ്ധിക്കുക. ലെയർ നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലെയർ ടൈപ്പുകളാണ് ഈ പറയുന്നവ. ലൈൻ ടൈപ്പ്, പോളിഗൺ ടൈപ്പ്, പോയിന്റ് ടൈപ്പ്. പോയിന്റ് ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. വീട്, കിണർ എന്നിവയെ അടയാളപ്പെടുത്താൻ ലെയറിൽ പോയിന്റ് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റോഡ്, നദി, നീർച്ചാൽ എന്നിവയ്ക്കായി ലൈൻ ടൈപ്പും, അതിരുകൾ, കുളം, തടാകം, സർവേ പ്ലോട്ടുകൾ എന്നിവയ്ക്ക് പോളിഗണുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാവുന്നതാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, ക്വാണ്ടം GISലെ പ്രോജക്റ്റ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ ഡാഷും പാളികളുടേത് ഡാഷും ആണ്. ഒരു QGISലെ പ്രോജക്റ്റ് ഫയലുകൾ സേവ് ചെയ്യുമ്പോൾ അവയുടെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം. സേവ് ചെയ്ത ഫയലുകൾ നോക്കുമ്പോൾ അവയുടെ എക്സ്റ്റൻഷൻ എന്തായിരിക്കുമെന്ന് .QGS. അതുപോലെ തന്നെ പാളികളുടെ, ലെയറുകളുടെ എക്സ്റ്റൻഷൻ എന്തായിരുന്നാണ്? ഉത്തരം, .SHP. അടുത്ത ചോദ്യം, ഭൂപടം പ്രിന്റ് ചെയ്യുന്നതിന് ക്വാണ്ടം GISലുള്ള സൗകര്യമാണ് ഡാഷ്. ഉത്തരം, ന്യൂ പ്രിന്റ് കമ്പോസർ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം.